പോലീസിൽ വരുത്തുന്ന ചില സമൂലമായ മാറ്റങ്ങൾ ഞാൻ ഒരിടത്തും പറയാത്തത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കേരള പോലീസിനെ കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനെ ജനങ്ങൾ കുറ്റം ചെയ്യാത്തവരാരും പോലീസിനെ പേടിക്കണ്ട. പോലീസിനെ പേടിക്കേണ്ടത് ആരാണ്? കുറ്റം ചെയ്യുന്നവരാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതും കുറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ മാത്രമേ പോലീസിനെ പേടിച്ചാൽ മതി. കേരളത്തിലെ പോലീസ് 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനും യാതൊരുവിധ അവിടെ പല പോലീസ് സ്റ്റേഷനും കയറാൻ പോലും പറ്റില്ല. എല്ലാ പോലീസ് സ്റ്റേഷനും വൃത്തിയാക്കും. എല്ലാ പെയിൻ്റ് അടിക്കേണ്ടത് എല്ലായിടത്തും പെയിൻ്റ് അടിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരേ പെയിൻറ്റ് എല്ലാ പോലീസ് സ്റ്റേഷനും ഇനി മുതൽ ഒരേ പെയിൻ്റ് ആയിരിക്കും. പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ആളുകൾക്ക് മനസ്സിലായി ഇത് പോലീസ് സ്റ്റേഷനാണ്, ആ കളർ കണ്ടാൽ. അപ്പോൾ ഓഗസ്റ്റ് 15-ന് മുമ്പ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക, പെയിൻ്റ് അടിച്ച് ജനങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പൊതുജനങ്ങൾ പരാതിയുമായി വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരാളിനോട് അവിടെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാനുള്ള സംവിധാനം ഉണ്ടാകും. പോലീസിനെ കണ്ട് ആരും പേടിച്ചോടേണ്ട കാര്യമില്ല. കുറ്റം ചെയ്യാത്തവർ, കുറ്റവാളികളാണ് ഈ പേടിച്ചോടുന്നത്, അല്ലാത്തവർ ഓടേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ നയിക്കുന്നത് നിയമങ്ങളാണ്. ഭാരതീയ സംഹിത അല്ലേ, പണ്ട് CRPC IPC ആണെങ്കിൽ ഇപ്പോൾ ഭാരതീയ സംഹിത പ്രകാരം BNS ഭാരതീയ ന്യായ സംഹിത അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ടോട്ടലി മാറ്റം വരുത്തുകയാണ്. നേരത്തെ പോലീസ് സ്റ്റേഷനിലെ SHO എന്ന് പറയുന്നത് CI ആയിരുന്നു. കേരളത്തിലെ 478 പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് CI ആയിരുന്നു. അത് മാറ്റുകയാണ്. അത് മാറ്റി ഓഗസ്റ്റ് 15 മുതൽ SIക്കായിരിക്കും പോലീസിൻ്റെ SHO മുഴുവൻ സ്റ്റേഷൻ 64 ഒഴിച്ച്. ഇപ്പോൾ എറണാകുളം പോലെയുള്ള വലിയ പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കോഴിക്കോട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകൾ, ഏറ്റവും തിരക്കുള്ള സിറ്റി കേന്ദ്രീകൃതമായ പോലീസ് സ്റ്റേഷൻ ഒഴിച്ച്, അത് 64 എണ്ണമുണ്ട്. അതൊഴിച്ച് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും SHO എന്ന് പറയുന്നത് ഇനി SIമാരായിരിക്കും. പണ്ടതായിരുന്നു, പിന്നീട് മാറിയതാണ്. അപ്പോൾ പുതുതായി വരുന്ന ഒരു SI, റിക്രൂട്ട് ചെയ്ത് വരുന്ന ഒരു SIക്ക് ആ പോലീസ് സ്റ്റേഷൻ്റെ SHO ആകാനുള്ള അവസരമാണ്. അപ്പോൾ CIയുടെ ജോലി എന്താണ്? CIക്ക് 3-4 പോലീസ് സ്റ്റേഷൻ കൊടുക്കും. സൂപ്പർവൈസറി അധികാരമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ CI പോലീസ് സ്റ്റേഷൻ്റെ SHO ആണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള SIമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ജോലിയില്ല. അവർ പലപ്പോഴും ജോലിയൊന്നും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അവർ നിരാശരുമാണ്. CI നിരാശരാണ്. കാരണം CIക്ക് വേറെ 4 പോലീസ് സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ SHO ആയി. അതിന് അവർക്ക് നിരാശരായിരുന്നു. അതോടൊപ്പം DYSP 8-10 പോലീസ് സ്റ്റേഷൻ്റെ സൂപ്പർവൈസറി ചാർജായിരുന്നു. അവർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ പഴയ സിസ്റ്റമാണ് നൽകിയ. ഞാൻ DGPയോട് നേതൃത്വം ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഇതിനെപ്പറ്റി പഠിച്ച് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് നൽകി. ഗവൺമെൻറ് ആ റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനപ്രകാരം ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്കായിരിക്കും. തിരക്കുള്ള കൂടുതൽ പെറ്റീഷനുള്ള 64 സ്റ്റേഷനിൽ മാത്രം CIമാരായിരിക്കും SHOമാർ. അങ്ങനെ വലിയൊരു മാറ്റം കേരള പോലീസിൽ വന്നു ചേരുകയാണ്. അത് ഓഗസ്റ്റ് 15 മുതൽ. അതിനു മുമ്പ് ഇവർക്കെല്ലാം പ്രോപ്പർ ട്രെയിനിങ്, SIമാർക്ക്, CIമാർക്ക്, DYSPമാർക്ക് ഉൾപ്പെടെ, SP ഉൾപ്പെടെ എല്ലാവർക്കും പോലീസ് DGP തന്നെ പ്രത്യേക DGP തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം പ്രത്യേക ജില്ലാതലങ്ങളിൽ പരിശീലനം നൽകുന്നതാണ്. അപ്പോൾ പോലീസിൻ്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം
ഇന്ന് ക്രൈമിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ആരെങ്കിലും 10 രൂപ മോട്ടിച്ചു അല്ലെങ്കിൽ 50 രൂപ മോട്ടിച്ചു ഏതെങ്കിലും കടയിൽ കയറി അടിയുണ്ടാക്കി, അങ്ങനെയല്ല. ഇന്ന് ക്രൈംസ് തന്നെ മാറിയിരിക്കുന്നു. ഇന്നത്തെ ക്രൈംസ് എന്താണ്? ഇന്നത്തെ ക്രൈംസ് ക്രിപ്റ്റോ കറൻസിയുടെ പേരിലുള്ള ക്രൈം. ഇന്നത്തെ ക്രൈം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. ക്രൈംസ് എന്ന് പറയുന്നത് പലതരത്തിൽ ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈംസ് വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്. കാരണം അവർക്ക് വേണ്ട പരിശീലനം നൽകുക. പോലീസിന് ഇപ്പോഴത്തെ ക്രൈംസ് എല്ലാവർക്കും കമ്പ്യൂട്ടറൈസേഷനുള്ള പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നൽകി കഴിഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് പരിശീലനം നൽകും. പുതിയ ക്രൈംസ് നേരിടാനുള്ള പരിശീലനം പോലീസിൽ നൽകും. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്രൈംസ് വളരെ വർദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുക, അപമാനിക്കുക, ഇതൊക്കെ നിരന്തരമായി നടന്നു. ഇതിനൊക്കെ നിയമമുണ്ട്, ഇതൊക്കെ തടയാൻ നിയമങ്ങളുണ്ട്. അതൊക്കെ ഫലപ്രദമാക്കുക. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ഉണ്ടാകുന്നു ധാരാളമായി. അപ്പോൾ ഇതിനെയൊക്കെ ചെക്ക് ചെയ്യത്തക്ക നിലയിൽ അവർക്ക് പോലീസിന് പരിശീലനം നൽകാൻ ഉള്ള വ്യക്തമായ ധാരണകളോടെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ആളുകളെ കബളിപ്പിക്കുക, ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിട്ട് ആളുകളെ വിട്ട് പണം വാങ്ങിയിട്ട് 2 മാസം പലിശ കൊടുക്കും, പിന്നെ 3-ാം ദിവസം ആൾ മുങ്ങും. എത്രയോ കേസുകളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അത്തരം കേസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫലപ്രദമായ നടപടികൾ വരും ദിവസങ്ങളിൽ കേരള പോലീസ് സ്വീകരിക്കാൻ പോവുകയാണ്. ആർക്കും ഇപ്പം നാട്ടിൽ ബോർഡ് വെച്ചിട്ട് ആളുകളുടെ നിന്ന് പണം വാങ്ങി, ഇത് എന്തൊരു ഏർപ്പാടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ബോർഡും കയറി വെക്കുക, ആരുടെ അനുവാദവും വേണ്ട, ഒന്നും വേണ്ട, ബോർഡ് വെക്കുക. ആ 4 സ്ത്രീകളെ പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യുക, അവർ പോയി ആളുകളുടെ നിന്ന് പണം വാങ്ങിക്കുക, കുറേ കഴിയുമ്പോൾ ആൾ മുങ്ങുക. ഇതെല്ലാം എവിടെ പോയെന്ന് അറിയത്തില്ല. അവസാനം ഈ പാവങ്ങൾ പെൻഷൻ്റെ കാശും മറ്റേതും പറഞ്ഞ് അവരുടെ വീട്ടിലെ മുഴുവൻ സ്വത്തുക്കളും കൊണ്ട് അവിടെ കൊടുക്കുക, സ്ഥലം വിടുക. ഇത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടെത്താനുള്ള ചില പുതിയ സംവിധാനങ്ങൾ കേരള പോലീസ് എല്ലാം ഞാനിവിടെ വെച്ച് വിശദമാക്കുന്നില്ല, ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് കേരള പോലീസ് പ്രവർത്തിക്കും. പോലീസിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അത് പരാതി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി പുതുതായി നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിലൊരു സമൂലമായ ഞാൻ മുൻ DGPമാരുമായി, റിട്ടയർ ചെയ്ത മുൻ DGPമാരുമായിട്ട് വളരെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു. അവർ കുറേ നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മളൊക്കെ നേരിടുന്ന? ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ മാസങ്ങളോളം അതിൻ്റെ പിന്നാലെ നടന്നാലും പരിഹാരമില്ല. പെറ്റീഷൻ ഡിസ്പോസൽ. ഒരു പെറ്റീഷൻ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവൻ 10-20 തവണ നടന്നാലും പരിഹാരം ഉണ്ടാകുന്നില്ല. അതിന് ഒരു പരിഹാരം ഉണ്ടാകും. അതിന് പോലീസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിക്കുകയാണ്. പോലീസ് ഓഡിറ്റ്, ഒരു സ്റ്റേഷനിൽ എത്ര പരാതി വന്നു, എത്ര പരിഹരിക്കപ്പെട്ടു. ചില പോലീസ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ പരിഹരിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, ഡിസ്പോസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് പ്രത്യേകമായി പോലീസിന് നൽകും. അതേപോലെ ഇത്തരം പരാതികൾ നൽകുന്ന ആളുകൾക്ക് വിവരങ്ങൾ അറിയിക്കണം. അവർ അറിയാതെ തെക്ക് വടക്ക് നടക്കുകയാണ്, എന്താ അറിയാതെ, അതിനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള തീരുമാനമാണ്. ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അറിയാം ഏത് പോലീസ് സ്റ്റേഷനിൽ എത്ര FIR രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയാനുള്ള സംവിധാനം. കമ്മീഷണർക്ക് അറിയാൻ പറ്റും ഓരോ പോലീസ് സ്റ്റേഷനിൽ എത്ര. ആ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ കേസ് അന്വേഷണവും കേസ് രജിസ്ട്രേഷനും സൊല്യൂഷനും ഉണ്ടാക്കത്തക്ക പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോം മിനിസ്റ്റർക്ക് നൽകുന്ന പരാതികളിൽ കൃത്യമായി എങ്ങനെ പരിഹാരമുണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു രൂപം ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരള പോലീസിനെ പൂർണ്ണമായി നവീകരിക്കാനും, ഓപ്പറേഷൻ തുഫാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓപ്പറേഷൻ തുഫാൻ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ടും ഇവിടെ DYSP, നർക്കോട്ടിക് DYSP പണ്ടുമുണ്ട്. നർക്കോട്ടിക് DYSPയുടെ കീഴിൽ പോലീസുകാരുണ്ട്. അവരാരും അവരുടേതായ ലിമിറ്റഡ് രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇപ്പം അങ്ങനെയല്ല. ഈ ഡ്രഗ്സിൻ്റെ അതിവ്യാപനം ഉപയോഗവും വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഓപ്പറേഷൻ തുഫാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയാണ്. ഒരു IG, ഇപ്പം പുട്ട വിമലാദിത്യാണ് അതിൻ്റെ കോർഡിനേറ്റർ. അദ്ദേഹം
സംസ്ഥാന തലത്തിലും താഴെ 20 പോലീസ് ജില്ലകളാണ്. പോലീസ് ഡിസ്ട്രിക്റ്റ് 20ആണ്. ആ 20 സ്ഥലത്തും പ്രത്യേക ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സംവിധാനം ഉണ്ടാകും. താഴോട്ട് സംവിധാനം ഉണ്ടാകും. ഡാൻസ് സ്റ്റാഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. അങ്ങനെ പോലീസ് ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാർ ചുമതലപ്പെടുത്തുന്ന കോർഡിനേറ്റേഴ്സുമായി ചേർന്ന് ഇവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഫ്രോഡ് കേസുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രോഡലൻ്റ് ആയിട്ടുള്ള കേസുകൾ, ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കാനും ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാനും ഉള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നവീകരിക്കപ്പെടാൻ ഉള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് നിങ്ങളെ എറണാകുളം പ്രസ് ക്ലബിൻ്റെ പത്രപ്രവർത്തകരായ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നവീകരിക്കപ്പെട്ട ഒരു പോലീസായിരിക്കും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിൽ ഉണ്ടാകുന്നത്. എവിടെങ്കിലും നവീകരിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്.